ഹൃദയത്തിന്റെ വിശുദ്ധിയാണ് നമുക്ക് വേണ്ടത്. ഈമാൻ നമ്മുടെ ഹൃദയത്തിലേക്ക് കൊണ്ടുവരികയും അള്ളാഹുവിനെ നമ്മുടെ മഅബൂദായി, നമ്മുടെ ഇലാഹായി അള്ളാഹുവിലേക്ക് കാര്യങ്ങൾ ഭരമേൽപ്പിക്കുകയും നമ്മുടെ ഖൽബ് കൊണ്ട് നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയ ഇബാദത്ത് നമ്മൾ ചെയ്യുന്നത് അള്ളാഹുവിന് വേണ്ടി മാത്രമാണ് എന്ന രീതിയിലേക്ക് നമ്മുടെ ഖൽബിൽ നിയ്യത്തിനെ കൊണ്ടുവരണം. അള്ളാഹു നമുക്കത് തൗഫീഖ് ചെയ്യട്ടെ. കാരണം നമ്മുടെ ഹൃദയം ശുദ്ധമാകുന്നത് നമ്മുടെ അമലുകൾ അള്ളാഹു കബൂൽ ചെയ്യുമ്പോഴാണ്. അമല് കബൂൽ ചെയ്യണമെങ്കിലോ അള്ളാഹുവിനെ മാത്രമായിട്ട് അമല് ചെയ്യുകയും വേണം. നമ്മൾ ചെയ്യുന്ന ജോലി, നമ്മുടെ ചെയ്യുന്ന കർമ്മങ്ങൾ, ഇബാദത്തുകൾ, സൽക്കർമ്മങ്ങൾ എല്ലാം കാരുണ്യവാനായ അള്ളാഹുവിന്റെ പ്രതിഫലം ലഭിക്കാനാണെന്ന് ആ ഒരു നിയ്യത്തോടുകൂടെ ചെയ്യുന്നതിന് മാത്രമേ അള്ളാഹു തആല കൂലി തരുള്ളൂ, അള്ളാഹു സ്വീകരിക്കുള്ളൂ. ആ സ്വീകരിക്കപ്പെടുന്ന അമല് കാരണമാണ് നമ്മുടെ ഹൃദയം ശുദ്ധമാകുന്നത്. മഹാനായ സുഫിയാൻ ഇബ്നു ഉയൈന റഹ്മത്തുള്ളാഹി അലൈഹി പറയുമായിരുന്നു, ഒരു മനുഷ്യന്റെ അകവും പുറവും, മനുഷ്യന്റെ ചിന്തകൾ, മനസ്സ്, അതിനെ ശരീരത്തെന്ന് പറയും. മനുഷ്യന്റെ പ്രത്യക്ഷത്തിൽ കാണുന്ന മനുഷ്യന്റെ പ്രവർത്തനങ്ങൾ അതിന് അലാനിയത്ത് എന്ന് പറയും. മനുഷ്യന്റെ രഹസ്യവും പരസ്യവും ഒരുപോലെയാവണം എന്നല്ല, രഹസ്യത്തെക്കാളും മെച്ചപ്പെട്ടതാ നമ്മുടെ പ്രത്യക്ഷത്തിൽ കാണുന്ന നമ്മുടെ സ്വഭാവത്തെക്കാളും നന്നായിരിക്കണം നമ്മുടെ ആന്തരികമായ സ്വഭാവങ്ങൾ. സുഫിയാൻ ഇബ്നു ഉയൈന തങ്ങളുടെ വാക്ക് ഞാൻ ഉദ്ധരിക്കാം. ഇദാ വാഫഖത്തി ശരീറത്തുൽ അലാനിയ ഫദാലികൽ അദ്ൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ അകവും പുറവും ഒരുപോലെ നല്ലതാണെങ്കിൽ അത് അദ്ലാണ്, അത് നീതിയുക്തമാണ്. ഇദാ കാനത്തി ശരീറ അഫ്ളലു മിനൽ അലാനിയ ഫദാലികൽ ഫദ്ൽ, അതായത് നമ്മുടെ രഹസ്യമായ ജീവിതം നമ്മുടെ പരസ്യമായ ജീവിതത്തെക്കാൾ ഖൈറാണെങ്കിൽ അതാണ് ശ്രേഷ്ഠത. പിന്നെ പറഞ്ഞു, وإذا كانت العلانية أفضل من السريرة فذلك الجور, നമ്മുടെ രഹസ്യമായ ജീവിതം പരസ്യമായ നമ്മുടെ ജീവിതത്തെക്കാൾ നമ്മുടെ പരസ്യമായ ജീവിതം, നമ്മുടെ പ്രത്യക്ഷത്തിൽ നമ്മൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അതാണ് നമ്മുടെ രഹസ്യത്തെക്കാൾ നല്ലത്, എന്നാൽ അത് അക്രമമാണ്, അവിടെ നീതിയല്ല എന്ന് മഹാനായ സുഫിയാൻ ഇബ്നു ഉയൈന തങ്ങൾ. അതായത് നമ്മുടെ അകവും പുറവും ഒരുപോലെയാണെങ്കിൽ അത് നീതിയാണ്. നമ്മുടെ അകം നമ്മുടെ പുറമേക്കാളും നല്ലതാണെങ്കിൽ അത് ശ്രേഷ്ഠതയാണ്. നമ്മുടെ പുറമെ നമ്മുടെ രഹസ്യത്തെക്കാളും നല്ലതാണെങ്കിൽ അതിനർത്ഥം നമ്മൾ അക്രമകാരികളാണ് എന്നാണ്. എന്ന് പറഞ്ഞാൽ അതല്ല വേണ്ടിയിരുന്നത്. നമ്മുടെ പ്രത്യക്ഷമല്ല നന്നാക്കേണ്ടത്, പരോക്ഷമാണ്. പ്രത്യക്ഷവും പരോക്ഷവും ഒരുപോലെ നന്നായി കഴിഞ്ഞാൽ അത് നീതിയാണ്. പക്ഷെ നീതിന്റെ അപ്പുറം ഔദാര്യമുണ്ട്, ഫضലുണ്ട്. ആ ഫضൽ എന്നത് നമ്മുടെ പ്രത്യക്ഷമായ ജീവിതത്തെക്കാളും നമ്മുടെ രഹസ്യമായ പരോക്ഷമായ ജീവിതം ഖൈറായി വരുമ്പോഴാണ് എന്നാണ് മഹാൻ പറഞ്ഞതിന്റെ അർത്ഥം. അതുകൊണ്ടാണ് മഹാന്മാർ പറയാ, മൻ സുഫിയല, ആരെങ്കിലും നന്നായാൽ, ആരുടെയെങ്കിലും ജീവിതം ശുദ്ധമായി കഴിഞ്ഞാൽ അവരുടെ ചുറ്റുമുള്ളത് അള്ളാഹു ശുദ്ധിയാക്കി. ഒമൻ ഖദറ ഖുദിറ അലൈഹി, ആരുടെയെങ്കിലും ജീവിതം കലങ്ങിയതാണെങ്കിൽ ചുറ്റുപാടുകൾ അതിനുവേണ്ടി കലക്കുണ്ടാവും. ഒമൻ അഹ്സന ഫീ നഹാരിഹി കൂഫിയ ഫീ ലൈലിഹി, പകലിൽ ഒരാൾ നന്മ ചെയ്താൽ അതിന് പകരം രാത്രിയിൽ അള്ളാഹു തിരിച്ചു നൽകും. ഒമൻ അഹ്സന ഫീ ലൈലിഹി കൂഫിയ ഫീ നഹാരിഹി, രാത്രി ഒരാൾ ഇഹ്സാൻ നന്മ ചെയ്താൽ പകലിൽ അള്ളാഹു അതിന് പകരം കൊടുക്കും. വമൻ സദഖ ഫീ തർക്കി ശഹവ, മനുഷ്യന്റെ ലൈംഗികമായതും ഭൗതികമായതും ശാരീരികമായതുമായ മനുഷ്യന്റെ ദുഷിച്ച ആഗ്രഹങ്ങൾ അത് ഒഴിവാക്കാൻ ഒരാൾ സത്യസന്ധമായിട്ട് ഒരുങ്ങിയാൽ ഹൃദയത്തിൽ നിന്ന് അള്ളാഹു അതിനെടുത്തു കൊണ്ടുപോകുമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കാരണം പലർക്കുമുള്ള ഒരു പരാതി അതാണ്, തിന്മകൾ നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുന്നു, ആ തിന്മകളിൽ നിന്ന് പിന്മാറാൻ പറ്റുന്നില്ല. പക്ഷേ തിന്മകളെന്ന് ഒഴിവാവണം എന്നത് സത്യസന്ധമായ ഒരു ചിന്തയാണെങ്കിൽ, നമ്മുടെ ശരീരത്തിന് ഇഷ്ടമുള്ള, പിശാചിന് ഇഷ്ടമുള്ള, എന്നാൽ അല്ലാഹുവിന് ഇഷ്ടമില്ലാത്ത
അത്തരം ദുഷിച്ച മനുഷ്യന്റെ ആഗ്രഹങ്ങൾ അത് ഒഴിവാവണം, എനിക്കൊന്ന് രക്ഷപ്പെടണം, എന്റെ ഇബാദത്ത് രക്ഷയാവണം എന്ന് സത്യസന്ധമായിട്ട് ഒരാൾ ആഗ്രഹിക്കുകയാണെങ്കിൽ അവന്റെ ഹൃദയത്തിൽ നിന്ന് അള്ളാഹു എടുത്തു കൊണ്ടുപോകും. ഓക്കെ, അല്ലാഹു അക്രമു മിൻ അൻ യുഅദ്ദിബ ഖൽബൻ ബിശഹവത്തിൻ തുരിക്കത് ലഹ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് അല്ലാഹു ഹൃദയം കൊണ്ട് ഒരാളൊരു തിന്മ ഇനി ഞാൻ ചെയ്യില്ല എന്ന് അള്ളാഹുവിന് വേണ്ടി മാറ്റിവെച്ചാൽ ആ ഹൃദയത്തെ അതേ തിന്മ കൊണ്ട് അള്ളാഹു ശിക്ഷിക്കില്ല എന്നാണ് പറഞ്ഞത്. അല്ലാഹു അക്രമു മിൻ അൻ യുഅദ്ദിബ ഖൽബൻ ബിശഹവത്തിൻ തുരിക്കത് ലഹ. അതുകൊണ്ട് നമ്മൾ തെറ്റ് ചെയ്യാതിരിക്കുന്നത് അള്ളാഹുവിന് വേണ്ടിയായിരിക്കണം, നന്മകൾ ചെയ്യുന്നത് അള്ളാഹുവിന് വേണ്ടിയായിരിക്കണം. അപ്പോഴാണ് നമ്മുടെ ഖൽബ് അപ്പോഴാണ് സാഹിബുൽ ഖൽബി സലീം എന്ന് പറയാം. അല്ലെങ്കിൽ നമ്മുടെ രോഗിയായ ഹൃദയമാവും. നമുക്ക് രോഗമില്ലാത്ത ഖൈറായ ആരോഗ്യമുള്ള ഹൃദയമാവണം, അല്ലെ? നല്ല മനുഷ്യന്മാർ, നല്ല സ്വഭാവമുള്ളവർ, ഇഖ്ലാസോടെ ജീവിക്കുന്ന ആളുകൾ അവരുടെ നിങ്ങൾക്ക് മനസ്സിലാകുന്ന ഒരു സുഗന്ധമാണ്.